ഹലോ ഗൈസ്, പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വിജയ് അണ്ണന്റെ പുതിയ പടത്തിന്റെ ട്രെയിലർ റിലീസായിരിക്കുകയാണ്. പുതിയ പടം എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ലാസ്റ്റ് പടം എന്ന് പറയുന്നതാണ് പുള്ളിയുടെ ലാസ്റ്റ് പടത്തിന്റെ ലാസ്റ്റ് ട്രെയിലർ. എൻ്റെ ഒരു പ്രാർത്ഥന, ഇങ്ങേര് പാർട്ടി ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് പോയിട്ട് തോറ്റ് തുന്നം പാടി തിരിച്ച് സിനിമയിലോട്ട് തന്നെ വരണേ എന്നാണ്. സീരിയസ്ലി, ഞാൻ വിജയുടെ ഫാൻ ഒന്നുമല്ല, പക്ഷെ വിജയുടെ പടത്തിന്റെ വേറൊരു വൈബാണ്. ഭയങ്കര രസമാണ് കണ്ടോണ്ടിരിക്കാൻ. തിയേറ്ററിലൊക്കെ അത് വേറെ അതിനി ഇല്ലടേ, മനസ്സിലായോ? അതിനി ഇല്ല. അപ്പം സിനിമയുടെ പേര് ജനനായകൻ. ഇദ്ദേഹത്തിന്റെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് കുറെ റെഫറൻസ് ഒക്കെ ഈ ഒരു ട്രെയിലറിനകത്ത് തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. മാത്രമല്ല, ജാനുവരി 9 ഈ ഒരു പടം റിലീസ് ചെയ്യാൻ ടിക്കറ്റ് ഓൾറെഡി ഞാൻ ബുക്ക് ചെയ്തിട്ടുണ്ട്. ജാനുവരി 9 നമ്മുടെ പ്രഭാസിന്റെ രാജാ സാബ് അതും റിലീസ് ആവുന്നുണ്ട്. രണ്ടുകൂടെ നല്ല ക്ലാഷ് ആയിരിക്കും. എനിക്ക് തോന്നുന്നു വിജയേക്കാൾ കുറച്ചും കൂടി ഒരു പാൻ ഇന്ത്യൻ ഒരു വാല്യൂ നമ്മുടെ പ്രഭാസിനുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ സൗത്ത് ഇന്ത്യയിലോട്ടൊക്കെ വരുമ്പം വിജയ് അണ്ണൻ വേറെ ഒരു പ്രഭാസം അങ്ങോട്ട് വരൂല. നമുക്ക് ആദ്യം എന്താണെങ്കിലും ട്രെയിലർ കാണാം ഗൈസ്. ട്രെയിലർ കാണാം. ഹെഡ്സെറ്റ് ഒക്കെ ഇവിടെ എടുത്ത് വെക്കട്ടെ, രണ്ടെണ്ണം നോക്കട്ടെ. ഞാൻ ഓൾറെഡി കണ്ട്. പിന്നെ നിങ്ങളെയും കൂടെ ഒന്ന് ട്രെയിലർ റിയാക്ഷനൊക്കെ ആകുമ്പോൾ കുറച്ച് എന്നൊക്കെ ഇങ്ങനെട്ട് കാണിച്ച് എടുക്കണമല്ലോ. അങ്ങനെ അതുകൊണ്ടാണ് കേട്ടോ. നേരത്തെ കൊണ്ട് എന്റെ പൊന്നോ, കുറെ തൊലിയാർ മണിയന്മാരിറങ്ങിയിട്ടുണ്ട്. ടി സീരീസിന്റെ ലോഗോ ഒക്കെ വെച്ച് ദ ഫസ്റ്റ് റോറ് ജനനായകൻ, അവന്റെ അമ്മൂമ്മയുടെ എന്തോന്നും പറഞ്ഞിട്ട് അതിനോട് 1 മില്യൺ വ്യൂസ് കയറി. തെണ്ടികള് നെഞ്ചിൽ കൂടിയിരിക്കും കുഞ്ഞമ്മയെന്നും പറഞ്ഞിട്ട് ഇറങ്ങിയേക്കുവാണ്. സെപ്റ്റംബർ 26, 2025. ഇത് ട്രെയിലർ ഒന്നുമില്ല, ഇത് ഫേക്ക് സാധനം, പണ്ടാരം. എനിക്ക് ആദ്യം ഒരു വട്ടം അബദ്ധം പറ്റിയുണ്ട്, പിന്നെ അബദ്ധം പറ്റി. അതിന് ഇപ്പുറത്ത് കിടക്കുന്നതാണ് യഥാർത്ഥ ട്രെയിലർ. നമുക്കത് കാണാം. കുറെ ആകുമ്പോൾ ഇങ്ങനെ ഫേക്ക് സാധനം അടിച്ചങ്ങ് ഇറക്കാൻ വേണ്ടി നാറികൾ ഇരിക്കുക. 4 മണിക്കൂറുണ്ട്. വേണ്ട, ആദ്യം കിടക്കുന്ന ഇതാണ്. ചറപറ ഗൺസ് ഒക്കെ തൂക്കിട്ടേക്കുന്നുണ്ടല്ലോ. എന്താണ് ഗൺസിന്റെ മാർജിൻ ഫ്രീ മാർക്കറ്റോ? അവൻ யார் என்னன்னு விசாரிச்சு சொல்ல. ഓ, വാട്സ്ആപ്പ് ഇൻസ്പെക്ടർ പല്ലവറാം PS, തളപതി വെട്രിക്കൊണ്ടൻ. ലാസ്റ്റ് പടമായോണ്ട് തളപതി എന്ന് തന്നെയാണ് പേരിട്ടേക്കുന്നത് കേട്ടോ. അമ്പലത്തിലെ പറ വരുന്നു, അതിന്റെ കൊട്ടാണെന്ന് തോന്നുന്നു കേൾക്കുന്നത്. നിങ്ങൾ വല്ലതും കേൾക്കുന്നുണ്ടോ? നല്ല എനിക്കിവിടെ കേൾക്കാം. അതൊന്ന് പോട്ടെ, എന്നിട്ട് നമുക്ക് നല്ല കൊട്ട് അതല്ലോ പാട്ട്. KVN പ്രൊഡക്ഷൻ. பண்றவனை கேள்விப்பட்டிருப்பேன், அதுல ரெக்கார்டு வைக்கிறவனை கேள்விப்பட்டிருக்கியா? വെട്ടി പോക സെറ്റ് പാട്ടാ. ഈ സാധനം എന്റെ എവിടെ പോയി? സംഭവം பண்றவனை கேள்விப்பட்டிருப்பேன், அதுல ரெக்கார்டு வைக்கிறவனை கேள்விப்பட்டிருக்கியா? ഈ സാധനം നിങ്ങൾ ശ്രദ്ധിച്ചാ വേണ്ട? ഇവിടെ ഒരു ആന, നടുക്ക് വിജയ്, അപ്പുറത്തൊരു ആന. ഇത് എവിടെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ സാധനം? TVKയുടെ കൊടി, TVKയുടെ ഫ്ലാഗ് കണ്ടാ? അയ്യോ, ആമസോണിൽ കയറി പോകുന്നു. ആമസോണെങ്കിൽ ആമസോൺ നടക്കുന്നു. TVKയുടെ ഫ്ലാഗിന്റെ ചിഹ്നമാണ്. ഇവിടെ കിട്ടിയോ? ആ സാധനമാണ് അണ്ണൻ അവിടെ സിംബോളിക് ആയിട്ട് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. പല റോൾസ് കുറെ ഉണ്ട് ഇതിനകത്ത്. പല കാലഘട്ടത്തിലെ പരിപാടി. നരച്ച വിജയ്, ചുറുചുറുക്കം വിജയ്, പോലീസ് വേഷത്തിൽ വിജയ്, എല്ലാം ഇതിനകത്ത് കാണും കേട്ടോ. ലാസ്റ്റ് പടം ഇല്ലയോ, ഇടി തുടക്കം തൊട്ട് ഒടുക്കം വരെ അടിയോടടി ആയിരിക്കും. അനിരുദ്ധ് മ്യൂസിക്കൽ ഓടി വരുന്ന കൊച്ചാണ് നമ്മുടെ മമിത. മിക്കവാറും വിജയ്ക്ക് കൊച്ചു ചീത്തപ്പേര് മേടിച്ചു കൊടുക്കാനുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു. ഈ അടുത്തിടയ്ക്ക് എൻ്റെ മറ്റേ ഈ സിനിമയുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരു ഡാൻസ് കളിച്ചിട്ട് നല്ല രീതിയിൽ ഏറി കയറിയായിരുന്നു. അവിടെ ഇരുന്ന് കിടുന്ന എക്സ്പ്രഷൻ കണ്ടിട്ട് നമ്മൾ മലയാളികളുടെയും കൂടെ തൊലി ഉരിഞ്ഞു പോയി എന്നുള്ളത്. മിക്കവാറും ഈ സിനിമ ഇറങ്ങി എല്ലാ ഊക്കി പെണ്ണ് മേടിച്ചു കിട്ടാനുള്ള സാധ്യത ഉണ്ട്. இந்த வருஷமாவது
വിജയുടെ മോളായിട്ടാണ് നമ്മുടെ മമിത. ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ അതൊക്കെ സത്യം പറഞ്ഞാൽ. എന്ത് റോളോ എന്തോ ആയിക്കോട്ടെ, ലാസ്റ്റ് പടത്തിൽ അത് വിജയ് ഇനി അഭിനയിക്കത്തില്ല. അന്നേരം ലാസ്റ്റ് പടത്തിൽ വിജയുടെ കൂടെ അഭിനയിക്കാൻ ഒരു ചാൻസ്, അത് ഭാഗ്യം എന്ന് പറഞ്ഞാൽ മതി, വൻ ഭാഗ്യം. ഈ റോള് കണ്ടപ്പോൾ എനിക്ക് മറ്റേ പടമാണ് ഓർക്കുന്നത്, വേട്ടക്കാരനല്ലല്ലോ, വിജയിലെ കുതിരപ്പുറത്ത് പോകുന്ന ഒരു പടം ഉണ്ടല്ലോ, ഒരു പെങ്ങൾക്ക് സ്വർണ്ണമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ട് ഇയാള് ആൾക്കാരെ രക്ഷിക്കാൻ പോകുന്ന ആ ഒരു പടത്തിന്റെ വേലായുധോ വേട്ടക്കാരനോ അങ്ങനെ എന്തോ ഒരു പടമുണ്ട്. ആ പടത്തിന് അത് ആ പെങ്കൊച്ചിന്റെ റോള് പോലാണ് എനിക്ക് തോന്നുന്നു. അപ്ലിക്കേഷനിൽ ഒഴുങ്ക കഴുത്ത് കൊടുക്കണം. ഇത് കുറേ പേര് പറഞ്ഞ് ഈ സിനിമ നമ്മുടെ തെലുങ്കിലെ ബാലയ്യയുടെ ഭഗവത് കേസരിയുടെ റീമേക്ക് ആണ്. ട്രെയിലർ കണ്ടപ്പോൾ ഏതാണ്ട് ഉറപ്പിച്ചു ഭഗവത് കേസരിയുടെ റീമേക്ക് ആണ് സംഭവം. ഇത് കഴിഞ്ഞിട്ട് അതിന്റെ ട്രെയിലറൂടെ ഞാൻ കാണിച്ചു തരാം. അത് വല്ലാത്തൊരു ചതിയാണ് കേട്ടോ. ഇത്രയും വലിയൊരു മനുഷ്യന്റെ അവസാനത്തെ പടം, ബാലയ്യയുടെ പടത്തിന്റെ റീമേക്ക്, അത് 2023 ഇറങ്ങിയ പടമാണ്. അത് ഹിറ്റ് പടമാണ്. മേ ബി ലാസ്റ്റ് പടം അവര് ഒരു ഫ്ലോപ്പ് ആക്കണ്ട, ഹിറ്റ് ആക്കണം എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കണം ലാസ്റ്റ് പടം തന്നെ ഒരു ഹിറ്റ് പടത്തിന് റീമേക്ക് പുള്ളിക്ക് കൊടുക്കാന്ന് വിചാരിച്ചത്. പക്ഷെ കുറെ വ്യത്യാസങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതിന് ട്രെയിലർ ഞാൻ കാണിക്കും. ഇത് കണ്ടിട്ട് ഞാൻ ട്രെയിലർ കാണിക്കാം, നമുക്ക് മനസ്സിലാവും. ഈ സീക്വൻസ് ഒക്കെ അതിനകത്ത് അതുപോലുണ്ട്. VFX അത്ര പോരാ. ഈ സാധനം എ സർട്ടിഫിക്കറ്റ് വല്ലതാണ്. ജനനായകൻ 3 മണിക്കൂർ 6 മിനിറ്റ് ഉണ്ട്. 3 മണിക്കൂറുണ്ട് കേട്ടോ. ഇതിനകത്ത് കാണിക്കുന്നൊന്നുമില്ല ഏ സർട്ടിഫിക്കേഷൻ ആണെന്നത്. അതിനകത്ത് കൊടൂര വയലൻസ് ഉണ്ടെന്ന് അറിഞ്ഞത്, ചിലപ്പോൾ പറയാൻ പറ്റത്തില്ല ഏ സർട്ടിഫിക്കേഷൻ ആണോ എന്തോ. ബോബി ഡിയോൾ ആണ് ഇതിനകത്ത് വില്ലൻ. അയ്യോ, ഞാനൊരു കാര്യം മറന്നുപോയി ഗൈസ്. സാധാരണ നമ്മൾ ട്രെയിലർ ഇങ്ങനെയൊക്കെ ട്രെയിലർ കാണുമ്പോൾ ഇച്ചിരി എക്സ്പ്രഷൻ ഒക്കെ ഇടുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ, അത് ഈ ഇങ്ങനെ ട്രെയിലർ റിയാക്ഷൻ ചെയ്യുന്ന ആൾക്കാർ ഇടുന്നതാണ്. അത് ഞാനങ്ങ് മറന്നു. നമ്മളിങ്ങനെ ഇരുന്ന് നമുക്കിങ്ങനെ അങ്ങനെ കാണിക്കാൻ അറിയത്തില്ല. ഇനി നമുക്ക് ഇങ്ങനെ കണ്ടു നോക്കാം. ഇനി അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അതാണല്ലോ അതിൻ്റെ ഒരു രീതി, അതാണല്ലോ. ഇങ്ങനെ വീഡിയോ കാണുമ്പോൾ നോക്കാതെ. ഓ നരേൻ, വാവ്. ഓ പ്രിയാമണി, വാവ്. ഓ മറ്റേ പൂജ ഹഗഡെ, വാവ്. എന്തുവാടേ ഇത്? പുള്ളി സാധനം. വിജയുടെ ഭയത്തിക്ക് പിന്നാടി ഏതോ പെരുസാ ഉണ്ട്. ഇതെന്താണിത്? ഡ്രോണിന്റെ പരിപാടി. സംഭവം നൈസ് പടമാണ്. പിന്നെ ചിലവന്മാരുടെ ഓവർ ആക്ടിങ് കാണുമ്പോൾ നമ്മൾ വെറുത്തു. ബാക്കി നോക്കാം. அது தெரிஞ்சா இந்த நாட்டுக்கு வரப்போற ப்ராப்ளத்தையே தடுக்கலாம். மக்களுக்கு நல்லது பண்றன்னு இதுக்குள்ள வராது. உன்னை காப்பாத்திக்கிட்டு ஓடி போயிட. ഡയലോഗ് ശ്രദ്ധിച്ചാ, മക്കൾക്ക് നന്മ പണ്ണാൻ വേണ്ടിയിട്ട് നീ ഇതുക്കുള്ള വരാതെ ഉന്നെ കാപ്പാത്തിയിട്ട് ഓടിപ്പോയിക്കോ. പുള്ളി അത് റിയൽ ലൈഫിൽ നിന്ന് ചൂണ്ടിയ ഡയലോഗാന്ന് തോന്നുന്നു. പുള്ളിയുടെ പാർട്ടിയുടെ ഇത് വെച്ചിട്ട് നമ്മളെ ബബ്ബ കണ്ടതിന്റെ വിട്ട് എന്തുവാ ദിലീപിന്റെ കുറെ റെഫറൻസ് അതിനകത്ത് കുത്തിക്കയറ്റി വെച്ചിട്ടുണ്ടോ ദിലീപിന്റെ കേസിന്റെ. അതുപോലെ അദ്ദേഹത്തിന്റെ റിയൽ ലൈഫ് നടന്നുകൊണ്ടിരിക്കുന്ന കുറെ കാര്യങ്ങൾ മിക്കവാറും അതിന്റെ റെഫറൻസ് ആയിട്ട് ഈ സിനിമയ്ക്കകത്ത് കാണും. ഉറപ്പാണ്, 100% ഉറപ്പാണ്. നമ്മുടെ കൊടിയുടെ ഒക്കെ കണ്ടില്ലേ, 2 ആനയൊക്കെ, അതുപോലെ കുറെ സാധനത്തിനകത്ത് ഉണ്ടാവും. പേര് തന്നെ നോക്ക്, ജനനായകൻ. പറയാതിരിക്കാൻ വയ്യ, ഇതിനകത്ത് മാരക ലുക്ക് കേട്ടാ. ഇതിനകത്ത് കുറെ ലുക്സ് കാണിച്ചിട്ടുണ്ട്. ആ പോലീസ് വേഷത്തിലാണെങ്കിലും ആ നരച്ച ലുക്ക് ആണെങ്കിലും പൊളി. എത്ര ഫൈറ്റ് ഇപ്പൊ കാണിച്ചു എന്ന് ആലോചിച്ച് നോക്ക്. കാട്ടിക്കടന്നടിക്കുന്ന, ഫാക്ടറി കടന്നടി, എവിടൊക്കെ കടന്നടി, എന്തോരം ഫൈറ്റ് അത് കാണിച്ചത്. ഇപ്പം തുടക്കം തൊട്ട് 3 മണിക്കൂറും ചിലപ്പോൾ ഒരു 2.5 മണിക്കൂർ ഇടിയാനുള്ള സാധ്യതയുണ്ട്. ഇത് ഫാൻസുകാർക്ക് അല്ലെങ്കിൽ വിജയി ആൾക്കാർക്ക് തകർക്കാനുള്ള വകുപ്പിനകത്തുണ്ട്. കണ്ട ഈ സാധനം, ഇതൊക്കെ നോക്ക്, ഇതൊക്കെ റിയൽ ലൈഫ് സാധനമാണ്. വിജയ് ബസിന്റെ മേളിൽ കയറി ഇരുന്നിട്ട് ആൾക്കാരെ ഇത് ചെയ്യുന്നതൊക്കെ റിയൽ ലൈഫിൽ നിന്ന് ചൂണ്ടിയെടുത്ത സാധനമൊക്കെ കണ്ടില്ലേ. உன்னை காலி பண்ணிடுவேன், அசிங்கப்படுத்திடுவேன்னு சொல்ற எவனா இருந்தாலும் சரி. ഇതൊക്കെ എന്തൊക്കെയാടേ? ഇത് കുറെ പരിപാടികളുണ്ട് കേട്ടോ. വെടിവെപ്പ്, വെട്ടിക്കുത്ത്, പാണ്ടിയടി, മറ്റേ റോക്കറ്റ് ലോഞ്ചർ വെച്ചിട്ടുള്ള പരിപാടി. ഇല്ലാത്ത വകുപ്പ് ഒന്നുമില്ലെന്ന് തോന്നുന്നു. എല്ലാ വകുപ്പും ഇതിനകത്തുണ്ട്. എന്നിട്ട് ഏറ്റവും അവസാനം റോബോട്ടിനെ വെച്ചിട്ടുള്ള ഒരു ഫൈറ്റ് ഇതിനകത്തുണ്ട്. ഇപ്പൊ ഒരു ഐഡിയാവേ ഇല്ല. I am coming.
மக்களுக்கு நல்லது பண்றதுக்கு அரசியலுக்கு வாங்கடா கொள்ளை அடிக்கிறது ഡയലോഗ് നോക്ക്, റിയൽ ലൈഫ് ചൂണ്ടല ഇതൊക്കെ ഭയങ്കര റിയൽ ലൈഫ് ഇൻസിഡന്റ് റെഫറൻസ് ആണ് കേട്ടോ. ഈ അടിയൊക്കെ എന്ന് പറഞ്ഞാൽ അവർക്കടിക്കുന്ന അടിയല്ല, ഇതൊക്കെ വിജയ് സ്റ്റാലിനിട്ട് കൊടുക്കുന്ന അടിയാണ്. ആ അടിയൊക്കെ മനസ്സിലായോ? அரசியலுக்கு வரீங்க റോബോട്ടിന്റെ അതാ പറഞ്ഞ, ഇതിനകത്ത് ഇല്ലാത്ത ഒന്നുമില്ല, എല്ലായിട്ടും ഉണ്ട്. വെടിവെപ്പ്, വെട്ടിക്കുത്ത്, റോബോട്ടിന്റെ ഫൈറ്റ്, ബോംബേർ, ലോക്കൽ ലോഞ്ചർ പരിപാടി, ഹെലികോപ്റ്റർ ചവിട്ടി പൊട്ടിക്കല്, നാടൻ തല്ല്, എല്ലാ തരത്തിലുള്ള ഐറ്റംസും ഇതിനകത്തുണ്ട്. പിന്നെ ഇത് സംഭവം കംപ്ലീറ്റ്ലി ഒരു മാസ് പരിപാടി, തുടക്കം തൊട്ട് ഒടുക്കം വരെ വെടി ഇടി പാടി ആ പരിപാടി. പിന്നെ ഇടയ്ക്ക് കൂടി ഇച്ചിരി എങ്ങാണ് മറ്റേ പാസം കൂടെ കയറ്റി വിടും, സെയിം സാധനം. ഞാൻ പറഞ്ഞില്ലേ, പ്രത്യേകിച്ച് പുതുമകളൊന്നും ട്രെയിലറിനകത്ത് ഇല്ല. എന്താണ് നമുക്ക് വിജയ് പടത്തിൽ നിന്ന് കിട്ടുന്നത്, ആ ഒരു സാധനം ഈ ട്രെയിലറിനകത്ത് ഉണ്ട്. പിന്നെ ഒരു ഇമോഷൻ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് പുതുമയില്ലെങ്കിലും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഈ പടം ഇങ്ങനെ ഇറക്കുമ്പോൾ നമ്മൾ പോയി കാണും, അതിനി കാണാൻ പറ്റത്തില്ലല്ലോ എന്നുള്ള ഒരു സംഭവമാണ്. അത് വല്ലാത്തൊരു മിസ്സിങ് ആട്ടോ, സത്യമായിട്ടും വല്ലാത്തൊരു മിസ്സിങ്. കൊള്ളത്തിലെന്നൊക്കെ പറയുകയാണെങ്കിൽ തന്നെ വിജയ് എണ്ണം പടം നിർത്തിയിട്ട് പോകുമെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു വിഷമമാണ്. സത്യമാണ് അത്, ശരിയാ. ഭയങ്കര ഇങ്ങനെ തോറ്റ് പണ്ടായിട്ടങ്ങോട്ട് ഇങ്ങനെ തിരിച്ചു വരണം, അതായിരുന്നു നല്ലത്. സത്യമായിട്ടും എന്ത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ പൈസ പറയാനാണ് 10-200 കോടിയൊക്കെയാണ് ഒരു പടത്തിന് മേടിക്കുന്നത്. ഇതൊക്കെ കളഞ്ഞിട്ട് ജനങ്ങളെ സേവിക്കാൻ ഇങ്ങനെ പൊളിറ്റിക്സിനകത്തോട്ട് എനിക്ക് താല്പര്യമില്ല. ഈ സിനിമയുടെ സാധനം തന്നെയാണ് പൊളിറ്റിക്സിനകത്ത് പിടിച്ചേക്കുന്നത്. അഭിനന്മാരത് വിശ്വസിക്കും, പക്ഷെ അത് എത്ര നാൾ നിലനിൽക്കുമെന്ന് കണ്ടറിയണം. അതൊക്കെ കണ്ടാൽ മതിയായിരുന്നു. എന്താണെങ്കിലും പടം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും, പടം എന്തായാലും മോശമാവാൻ സാധ്യതയില്ല. കാര്യം ഒരു നല്ല പടത്തിന്റെ റീമേക്ക് ആണിത്. അന്നേരം പടം മോശമാവാനുള്ള സാധ്യത കുറവാണ്. സോ വാട്ട് എവർ എന്താണെങ്കിലും നമ്മൾ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഉറപ്പായിട്ടും പോയി കണ്ടിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ഭഗവത് കേസരിയുടെ ട്രെയിലറോടൊന്ന് കാണിച്ചു തരാം. കണ്ട മറ്റേ അത് മമിത ഇട്ട് ഓടിക്കുന്നു, അതാണ്ട് ഇതിനകത്ത് ഈ വെങ്കച്ചനിട്ട് ഓടിക്കുന്നു, സെയിം ഏതാണ്ട് അതുപോലൊക്കെ തന്നെ. ഇതൊക്കെയാണത്തുണ്ട്, ഈ സീനൊക്കെനകത്തുണ്ട്. Army is not an occupation. മറ്റേത് മമിത ആർമിക്കകത്ത് കയറ്റാൻ വേണ്ടിയിട്ട് വിജയ് കുറെ നടക്കുന്നു, ഇതിനകത്ത് ഇത് തന്നെ സെയിം സാധനം. ഷോട്ടൊക്കെ മറ്റേ സിനിമയ്ക്ക് മറ്റേ ട്രെയിലറിനകത്ത് അതുപോലെ ഉണ്ട്. മമിത വന്ന് തറയിടിച്ചിട്ട് ബൗൺസ് ചെയ്ത് ബാക്ക്, സെയിം ആ ഫാക്ടറി വെച്ചിട്ടുള്ള സാധനം അത് തന്നെ. മാറ്റമൊന്നുമില്ല, ഭഗവത് കേസരിയുടെ റീമേക്ക് തന്നെ. നിങ്ങൾക്ക് സിനിമ മനസ്സിലായത്, സിനിമ കണ്ടില്ലാത്തവർക്ക് ഇതിനകത്ത് കുറെ ഒരു ഫൈറ്റ് സീൻ ഓർമ്മയുണ്ടായിരിക്കും. പിന്നെ ഫാക്ടറിയുടെ തൂണും പൊളിച്ച് വലിയൊരു ടാങ്കറിനകത്ത് ഇടിച്ചിങ്ങനെ പറന്ന് വന്നിട്ട് ടാങ്കറിന്റെ മേളിൽ അണ്ണൻ കാലും കുത്തി ഇങ്ങനെ ചവിട്ട് നിന്നിട്ട് അവന്മാരെ വന്ന് അതിന്റെ മേളിൽ ചാടി ഇടിച്ചിട്ട് ആ ഒരു സീൻ ഓർമ്മയുണ്ടോ? ആ സിനിമ മനസ്സിലായോ? ഇതിനകത്ത് വില്ലന്മാര് വ്യത്യാസമുണ്ട്. മറ്റേനകത്ത് ബോബിയുടെകളാണ്. ഇതിനകത്ത് വേറൊരു മനുഷ്യനാ, അതിന്റെ പേരെന്ത് വരുന്നത്, ഇവനകത്ത് കാലുകേത്തവനാ. മറ്റേനകത്ത് ഒരു ഗുരുവില്ല, അവൻ കൊടൂര വില്ലൻ. ജനനായകനകത്ത് കുറച്ചുകൂടെ പവർഫുൾ ആണെന്ന് തോന്നുന്നു, കണ്ടിട്ട് കുറച്ചുകൂടെ കൊടൂരനാ. ഞാൻ ഈ പടം കണ്ടിട്ടില്ല, ഉള്ള തരം പറയാലോ. എനിക്ക് ഇങ്ങനെ പടം വലിയ താല്പര്യം. ഈ സീനൊക്കെ ഞാൻ പറഞ്ഞ മനസ്സിലായ. അപ്പൊ അത്രേ ഉള്ളു, കൂടുതൽ ഡയലോഗ് അടിക്കാൻ നിൽക്കുന്നില്ല. അപ്പൊ അതാണ് സംഭവം. അതാണ് ഇതൊക്കെ ഈ ടാങ്കറിനകത്തൂടെ വന്ന് വിജയണ്ണൻ ലാൻഡ് ചെയ്യുന്ന സീനൊക്കെ അതിനകത്ത് ഒറ്റ ഉണ്ടോ അറിയത്തില്ല. ഇതിനകത്ത് അതൊക്കെ ഉണ്ട്. ഭഗവത് കേസരി ഹിറ്റായിരുന്നു, കൊമേഴ്ഷ്യൽ ഹിറ്റായിരുന്നു. 100-130 കോടി എങ്ങാണ്ട് കളക്ട് ചെയ്ത പടമാണ്. ഓക്കെ, അപ്പം സിനിമ ട്രെയിലർ ഇതും കണ്ടപ്പം ഏതാണ്ട് അത് തന്നെയാണെന്ന് ഉറപ്പിച്ചു. പക്ഷെ ലാസ്റ്റ് പടം ഒരു റീമേക്കിന്റെ ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. മേ ബി അവർ നേരത്തെ പറഞ്ഞ പോലെ ഒരു സേഫ് സൈഡ് പിടിച്ചതായിരിക്കാം. വണ്ണനോട് തട്ടുവളിപ്പൻ ഇടിച്ചുപൊളി പടം വേണം, എന്നാലും വിജയിക്കാൻ വേണം. ലാസ്റ്റ് പടം ഇല്ലേ, പൊട്ടിച്ചിട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് ചെയ്തതായിരിക്കാം. കുറെ അവന്മാര് ഫേസ്ബുക്കിൽ ഈ ട്രെയിലർ കണ്ടിട്ട് നെഗറ്റീവായിട്ട് വന്നിട്ടുണ്ട്. എന്തൊരു അലമ്പ് ട്രെയിലർ, ആളുകളെ വധിക്കാൻ ഇനി അവസരമില്ല എന്ന് മനസ്സിലാക്കി അണ്ണൻ മാക്സിമം വധം ഐറ്റം ആണെന്ന് തോന്നുന്നു. മമിത ബൈജു ട്രെയിലർ കാസ്റ്റിംഗിൽ തന്നെ കണ്ടിട്ട് ഓവർ ആക്ടിങ്. ബാലയ്യ തന്നെ ഒരു കോമാളിയുടെ പടം ചുരണ്ടി അണ്ണൻ കോമാളി. ഒരു മാറ്റമില്ല, സിനിമ നിർത്തുന്നതാണ് നല്ലത്. പരിക്കേസരി തന്നെ ലാസ്റ്റ് എന്തുവായിരുന്നേ, റോബോട്ടോ. ആകെ മൊത്തം വെടിയും പുകയും വെറുത്തനം പാസവും പിന്നെ രക്ഷകൻ മോഡൽ പൊളിറ്റിക്സും ക്യാപ്സുകളും ഇതെല്ലാം കൂട്ടി കലർത്തി അവിയൽ പരുവത്തിലൊരു വിരുന്ന്. അതായിരിക്കും ഈ തളപതിയുടെ അവസാന നൃത്തം എന്ന പേരിൽ ഇറങ്ങുന്ന ജനനായകൻ. പടത്തിലെ ഏറ്റവും വലിയ മിസ്കാസ്റ്റ് മമിത മോളായിരിക്കും. സിനിമയൊന്ന് റിലീസ് ആകട്ടെ, മമിത മോൾ എയറിലായിരിക്കും. ഫേസ്ബുക്കിലെ നാറികൾക്ക് പിന്നെ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഇരിക്കുകയാണല്ലോ. പടം നല്ലതാണെങ്കിലും മോശമാണെങ്കിലും ഫുൾ പോസിറ്റീവ്. കാര്യം അണ്ണന്റെ അവസാനത്തെ പടമാണ്, പൊട്ടിച്ച് കൈ കൊടുത്ത് വിടാൻ പാടില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്താണെങ്കിലും സിനിമ കണ്ടിട്ട് നമുക്ക്
അഭിപ്രായം പറയാം ഗൈസ്. കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ താഴെ വന്ന് കമൻറ്റ് ചെയ്യുക. ട്രെയിലർ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്താണെന്ന് കമൻറ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് തൊട്ട് മുമ്പ് ഞാൻ മറ്റേ ഒരു തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, മറ്റേ എപ്സ്റ്റീൻ ഫയൽസിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സാധനം ചെറിയൊരു പണി കിട്ടി. അത് കുറച്ച് സെൻസിറ്റീവ് ടോപ്പിക് ആയതുകൊണ്ട് അവന്മാർ ഇച്ചിരി അടങ്ങിയത്. അത് ഞാൻ എന്തെങ്കിലും ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ റീ അപ്ലോഡ് ചെയ്യാം, എന്നാലേ നടക്കത്തുള്ളൂ. അത് ഞാൻ അൺലിസ്റ്റ് ചെയ്ത് വെച്ചേക്കുക. ഓക്കെ, അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല. എന്താണ് ഒപ്പീനിയൻ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ശരി.